ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്ന പ്രിയ ദൈവജനമേ, മാറ്റമില്ലാത്ത മറക്കാത്ത സർവശക്തനായ യേശുക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഇവർക്കും സ്നേഹവന്ദനം. അനുഗ്രഹിക്കപ്പെട്ട നീമതി യേശുവെ യൂട്യൂബ് ചാനലിൻ്റെ തിരുവചന സന്ദേശത്തിലേക്കായി, ധ്യാനത്തിലേക്കായി ഏവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നാളുകളിൽ ദൈവം നടത്തുന്ന വഴികൾ, മുഖാന്തരങ്ങൾ എത്ര അവർണ്ണനീയം, എത്ര ദൈവത്തെ സ്തുതിച്ചാലും മതിയാകിയില്ല. മാറ്റമില്ലാത്ത ദൈവിക വാഗ്ദത്തങ്ങൾ അതിൽ ഉറച്ചു നിൽക്കുന്നവർക്കാണ് ദൈവം പ്രതിഫലങ്ങൾ നൽകുന്നത്. അതുകൊണ്ട് തന്നെ ദൈവിക വാഗ്ദത്തങ്ങളെ മുറുകെ പിടിക്കുക, കർത്താവിനോട് പ്രാർത്ഥിക്കുക, എപ്പോഴും ധ്യാനനിരതരായിരിക്കുക, എപ്പോഴും സ്തുതിസ്തോത്രങ്ങൾ അർപ്പിക്കുക. കർത്താവ് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങൾ തിരികെ പ്രകാരം സാധ്യമാക്കുക തന്നെ ചെയ്യും. പ്രാർത്ഥനയോടുകൂടെ ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പിടുവിൻ, സന്തോഷത്തോടെ യഹോവയെ സേവിപ്പിൻ, സംഗീതത്തോടെ അവന്റെ സന്നിധിയിൽ വരുവിൻ. യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്, അവന്റെ വിശ്വസ്തത തലമുറ തലമുറയായും ഇരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തുതികളുടെ മേൽ വാസമായിരിക്കുന്ന സ്വർഗീയ പിതാവ, നല്ല ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതവേളയ്ക്കായി സ്തോത്രം. ഞങ്ങളെ പൂർണ്ണമായി ദൈവകരങ്ങൾ സമർപ്പിക്കുന്നു. സൈന്യത്താലുമല്ല, ശക്തിയാലുമല്ല, ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി ദൈവമേ എല്ലാ കാലഘട്ടത്തും തലമുറയായി ഞങ്ങളുടെ മേൽ വ്യാപരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ആ സ്വർഗീയ ശക്തി, സ്വർഗീയ സാന്നിധ്യം നാഥ വീണ്ടും ഒരിക്കൽ കൂടെ ഞങ്ങൾ അനുഭവിക്കട്ടെ. തിരുക്കൃപയിൽ ഞങ്ങളെ ബലപ്പെടുത്തണമേ. വചന കേൾവിക്കായി ഒരുക്കത്തോടെ കാത്തിരിക്കുന്ന മക്കളുടെ മേൽ ദൈവ കൃപ കൊണ്ട് പൊതിയണമേ. അവരിയ്ക്കുന്ന സ്ഥലത്തെ ദൈവം വിശുദ്ധീകരിക്കണമേ. കർത്താവെ, ഈ സന്ദേശം കേട്ട് തീരുവോളം യാതൊരു കർത്താവെ വിഘ്നങ്ങളോ തടസ്സങ്ങളോ ഒന്നും വരാതെ ശ്രദ്ധയോടെ ദൈവത്തിന്റെ വചനം കേട്ട് മനനം ചെയ്ത് രണ്ട് കൈകൾ ഉയർത്തി ദൈവത്തിന് സ്തുതിസ്തോത്രം അർപ്പിച്ച് തങ്ങളുടെ ജീവിതയാത്ര തുടരുവാൻ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെ മേലും അവിടുത്തെ കൃപ പകരപ്പെടുമാറാകട്ടെ. ശക്തീകരിക്കണമേ. യേശു രക്ഷിതാവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ആഴ്ചയിലെ ധ്യാനത്തിന്റെ ഒടുവിൽ ചോദിച്ച ചോദ്യം ഇതായിരുന്നു: ദൈവം ക്രിസ്തുവിനെ സഭയുടെ എന്താക്കിയാണ് മാറ്റിയത്? അതിൻ്റെ ഉത്തരം കോർണർ സ്റ്റോൺ അഥവാ മൂലക്കല്ല് എന്നതായിരുന്നു. പ്രത്യേകിച്ചും കമൻറ്റ് ബോക്സിൽ ശരി ഉത്തരങ്ങൾ രേഖപ്പെടുത്തിയ എല്ലാവരും നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ധ്യാനത്തിൻ്റെ ഒടുവിലും ഒരു ചോദ്യമുണ്ടാകും. ശ്രദ്ധയോടെ ദൈവവചനം കേൾക്കാം, പഠിക്കാം. ദൈവം നമ്മെ അതിനായി സഹായിക്കുമാറാകട്ടെ. ഇന്നത്തെ ധ്യാനത്തിലേക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന തിരുവചന വേദഭാഗം യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 2-ാമത്തെ വാക്യമാണ്. എൻ്റെ ദാസനായ മോശെ മരിച്ചു, ആകയാൽ നീയും ഈ ജനമൊക്കെയും പുറപ്പെട്ട് യോർദാൻ അക്കരെ ഞാൻ ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുന്ന ദേശത്തേക്ക് കടന്നു പോകുവൻ എന്ന് അരുളി ചെയ്യുന്നു. ദൈവം എല്ലാ കാലഘട്ടത്തും ദൈവമക്കൾക്ക് നൽകുന്ന നിർദ്ദേശങ്ങളും പ്രോത്സാഹനങ്ങളും മനുഷ്യനെ വിജയത്തിൽ എത്തിക്കുന്നു എന്നുള്ളതാണ്. ദൈവം മനുഷ്യന് നൽകുന്ന നിർദ്ദേശങ്ങളും പ്രോത്സാഹനങ്ങളും ജീവിതത്തിൽ എപ്പോഴെങ്കിലും ദൈവത്തിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് ലഭിച്ചിട്ടുണ്ടോ? ദൈവത്തിൽ നിന്നുള്ള പ്രോത്സാഹനങ്ങൾ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് ലഭിച്ചിട്ടുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഇവിടെ ഈ വേദഭാഗത്തിൻ്റെ പശ്ചാത്തലം എന്നത് ഇസ്രയേലിൻ്റെ നേതാവായ മോശ മരണപ്പെടുകയാണ്. ഈജിപ്തിൽ നിന്നും അടിമത്തത്തിൽ നിന്നും കനാൻ ദേശത്തേക്ക് തൻ്റെ ജനത്തെ വിടുവിക്കുവാൻ ദൈവം ഉപയോഗിച്ച ശക്തമായ ഒരു ചാലകമായിരുന്നു, ശക്തമായ ഒരു വ്യക്തിയായിരുന്നു മോശെ. മോശെ ഇവിടെ മരണപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, വിശ്വാസത്തിൽ നടത്തിയവർ, വിശ്വാസത്തിൽ വളരെ അനുഗ്രഹീതമായി നിലകൊണ്ടവർ പെട്ടെന്ന് എടുത്തു മാറ്റപ്പെടുമ്പോൾ, മരണപ്പെടുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, ദൈവജനത്തിൻ്റെ സ്ഥിതി എന്താകും? ഇവിടെ ഒരു വലിയ കൂട്ടം ജനമാണ്. കാരണം അദൃശ്യനായ ദൈവത്തിന്റെ വാക്കുകൾ മോശയിലൂടെ കേട്ട്, ദൃശ്യനായ മോശയിലൂടെ ദൈവ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞുകൊണ്ട് വാക്കുകളും പ്രോത്സാഹനങ്ങളും നിർദ്ദേശങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ട് മുന്നോട്ട് സഞ്ചരിച്ച ജനം ഇതാ ഒരു പ്രത്യേക സ്ഥലത്തെത്തിയപ്പോൾ മോശ നേതാവ് മരണപ്പെടുകയാണ്. ദൃശ്യനായ ദൈവത്തിന്റെ സാന്നിധ്യം നഷ്ടമായ ഒരു അനുഭവത്തിലായിത്തീരുകയാണ്. ജനം എന്ത് ചെയ്യും?
പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായോ? നിങ്ങൾ ഫോക്കസ് ചെയ്തിരുന്നത്, നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത്, നിങ്ങൾ ശ്രദ്ധ അർപ്പിച്ചിരുന്ന ചിലതൊക്കെ നിങ്ങളിൽ നിന്ന് എടുത്തു മാറ്റപ്പെടുമ്പോൾ പ്രിയമുള്ളവരെ, നിങ്ങളുടെ മനോഭാവം എന്തായിരിക്കും? ഇന്നലകളിൽ നിങ്ങളെ സഹായിച്ച, ഇന്നലകളിൽ നിങ്ങളെ കരുതിയ ആളുകൾ നിങ്ങളെ വിട്ട് അകന്നു പോകുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർ, നിങ്ങളെ സഹായിച്ചവർ, നിങ്ങളെ സ്നേഹിച്ചവർ, നിങ്ങൾക്ക് വേണ്ടി ചില സാക്രിഫൈസ് ചെയ്തവർ നിങ്ങളുടെ ജീവിതത്തിൽ വിട്ട് മാറ്റപ്പെടുമ്പോൾ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കും? ഞാൻ സ്നേഹത്തോടെ പറയട്ടെ പ്രിയമുള്ളവരെ, അവിടെ ഇസ്രായേലിന്റെ നേതാവായ മോശ മരിക്കുകയാണ്. പക്ഷേ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ മരിക്കുന്നില്ല. ആമേൻ. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ഒരിക്കലും മരിക്കുന്നില്ല. കാരണം വാഗ്ദത്തം ചെയ്ത വിശ്വസ്തൻ ജീവിക്കുന്നുണ്ട്. സൃഷ്ടാവായ ദൈവം തൻ്റെ ജനത്തിന് നൽകിയ വാഗ്ദത്തങ്ങൾ ഇപ്പോഴും നിറവായി ഭൂതലമെങ്ങും നിറഞ്ഞു നിൽക്കുകയാണ്. ആമേൻ. ഇത് നാം എപ്പോഴും മനസ്സിലാക്കുക. ഇന്നലെ നമ്മെ സഹായിച്ചവർ, ഇന്നലെ നമ്മെ കരുതിയവർ, ഇന്നലെ നമ്മെ സ്നേഹിച്ചവർ, നമ്മെ ചേർത്ത് പിടിച്ചവർ നമ്മെ വിട്ട് അകന്നു പോകുമ്പോൾ ഓർക്കുക, ഇന്നലകൾ നമ്മെ സഹായിച്ചവരും സ്നേഹിച്ചവരും കരുതിയവരൊക്കെ അവരിലൂടെ പ്രവർത്തിച്ചത് ദൈവമാണ്, ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. ആ ദൈവം തൻ്റെ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായി നിലകൊള്ളുന്നു. പ്രിയമുള്ളവരെ, ഇപ്പോഴും നിലകൊള്ളുകയാണ്. സോ ഷാൽ വി ട്രസ്റ്റ് ഇൻ ദ പ്രോമിസ് ഓഫ് ഗോഡ്? നമുക്ക് ദൈവത്തിന്റെ വാഗ്ദത്തം വിശ്വസിക്കാമോ? പ്രിയമുള്ളവരെ, ദൈവം വാഗ്ദത്തങ്ങൾ വിശ്വസ്തനാകുന്നു, മറന്നു പോകരുതേ. ഇവിടെ രണ്ടാമത്തെ തോട്ട് എന്ന് പറയുന്നത് ദൈവം മോശയെ അടക്കം ചെയ്തു എന്നതാണ്. ദൈവം മോശയെ അടക്കം ചെയ്തു, പക്ഷേ ദൈവം തൻ്റെ പ്രവൃത്തിയെ കുഴിച്ചു മൂടിയില്ല. ആമേൻ, ഹല്ലേലൂയ. ദൈവത്തെ എത്ര സ്തുതിച്ചാലും മതിയാകില്ല. പ്രിയമുള്ളവരെ, ഇതാ ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ നിന്നും ഒരുപാട് അഗ്നി പരിശോധനകളിലൂടെ വിടുവിച്ച് മുന്നോട്ട് കൊണ്ടുവരികയാണ്. മോശ മരിച്ചു, ദൈവം മോശയെ അടക്കം ചെയ്തു, പക്ഷേ ദൈവം തൻ്റെ പ്രവൃത്തികളെ കുഴിച്ചു മൂടിയില്ല. മോശ തീർന്നു. അയ്യോ, ഇനിയിപ്പോൾ എൻ്റെ ജനത്തെ ഞാൻ വഴി നടത്തുന്നത് എങ്ങനെ? അതുകൊണ്ട് എൻ്റെ പ്രവൃത്തി ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം എന്നാണോ ദൈവം കരുതിയത്? ഒരിക്കലുമല്ല പ്രിയമുള്ള. തൻ്റെ പ്രവൃത്തികളെ ദൈവം മുന്നോട്ട് നയിക്കുകയാണ്. ദൈവം തൻ്റെ വേലയെ, തൻ്റെ പ്രവൃത്തിയെ ഒരു നാളും കുഴിച്ചു മൂടുകയില്ല, അടക്കം ചെയ്യുകയില്ല. പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാമെന്ന് വാഗ്ദത്തം ചെയ്തു എങ്കിൽ ആ പ്രവൃത്തി ഒരിക്കലും ദൈവം അടക്കം ചെയ്യുകയില്ല, ഒരിക്കലും എടുത്തു മാറ്റുകയില്ല. വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തൻ, അത് നിറപടിയായി നമ്മുടെ ജീവിതത്തിൽ നിവർത്തിക്കുക തന്നെ ചെയ്യും. പ്രിയമുള്ളവരെ, നാം പൂർണ്ണമായി മനസ്സിലാക്കുക, ഇത് പൂർണ്ണമായി നാം തിരിച്ചറിയുക. ഇവിടുത്തെ പശ്ചാത്തലത്തിലേക്ക് ഒന്നുകൂടെ നമുക്ക് പ്രവേശിക്കാം. പ്രിയമുള്ളവരെ, മോശയിലൂടെ വീണ്ടെടുക്കപ്പെട്ട ജനത്തെ ദൈവം യോർദാന്റെ കിഴക്കേ കരയിൽ എത്തിക്കുകയാണ്. തുടർന്ന് ഈ ജനത്തെ വാഗ്ദത്ത നാട്ടിൽ എത്തിക്കേണ്ട ഉത്തരവാദിത്വം ദൈവം ഇതാ യോശുവയെ പരമേൽപ്പിക്കുകയാണ്. മോശയുടെ ദാസനായ ഇക്കഴിഞ്ഞ കാലമൊക്കെ മോശയോടൊപ്പം നടന്ന ഇതാ യോശുവയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ഇപ്പോൾ ഈ ജനത്തെ യോർദാന്റെ കിഴക്കേ കരയിൽ നിന്നും കനാൻ ദേശത്ത് എത്തിക്കേണ്ട ചുമതല യോശുവയുടെ മേൽ നിക്ഷിപ്തമായിരിക്കുകയാണ്. യോശുവ എന്ന പേരിന്റെ അർത്ഥം കർത്താവ് രക്ഷിക്കുന്നു, ദൈവം രക്ഷകനാകുന്നു എന്നതാകുന്നു. കർത്താവ് രക്ഷിക്കുന്നു, ദൈവം രക്ഷകനാകുന്നു. തൻ്റെ നെയിം ഇറ്റ്സെൽഫ് ഈസ് ഗ്ലോറിഫൈയിങ് ഗോഡ്. സി പ്രിയമുള്ളവരെ, മോശ ന്യായപ്രമാണത്തിനും യോശുവ കൃപാപ്രമാണത്തിനും നിഴലാകുന്നു എന്ന് വേദപുസ്തകം രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, മറന്നു പോകരുതേ. 40 വർഷത്തെ സംഭവ ബഹുലമായ മരുഭൂമി യാത്രയിൽ മോശയുടെ ഏറ്റവും അടുത്ത വിശ്വസ്ത സന്തത സഹചരിയായിരുന്നു ഈ യോശുവ. യോശുവ ജ്ഞാനാത്മപൂർണനായിരുന്നു എന്നാണ് ആവർത്തന പുസ്തകം 34:9 വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അവൻ ജ്ഞാനാത്മപൂർണൻ ആയിരുന്നു എന്നാണ്. ദൈവജനത്തെ വാഗ്ദത്ത ദേശത്തിലേക്ക് നയിക്കുവാൻ ദൈവം യോശുവയെ വിളിച്ച് വേർതിരിക്കുകയാണ്, അവനെ സെപ്പറേറ്റ് ചെയ്യുകയാണ്, ഒരു വലിയ ദൗത്യം അവനെ ഏൽപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, യോശുവയ്ക്ക് ദൈവം ഒരു വലിയ ദൗത്യം, ഒരു മിഷൻ നൽകുകയാണ്. നിങ്ങളെപ്പോഴെങ്കിലും ദൈവത്തിൽ നിന്ന് മിഷൻ പ്രാപിച്ചവരാണോ? ദൈവത്തിന്റെ മിഷൻ, ദൗത്യം ഏറ്റെടുത്തവരാണോ? പ്രിയമുള്ളവരെ, ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഓരോ സെർമൺ കേൾക്കുമ്പോഴും, ഡു യു എവർ ഫീൽ ദാറ്റ് ഗോഡ് വളരെ ഫെയ്ത്ത്ഫുള്ളി God is faithfully giving any mission to our hand? എപ്പോഴെങ്കിലും ദൈവം നാം ചില സന്ദേശങ്ങൾ കേൾക്കുമ്പോൾ
ദൈവം വിശ്വസ്തയോടെ ചില പ്രേക്ഷിത ദൗത്യത്തെ നിങ്ങൾ ഏൽപ്പിക്കുന്നുണ്ടോ? ഞാൻ ഇപ്രകാരം ചിന്തിക്കാറുണ്ട്. ഓരോ സന്ദേശങ്ങളിലൂടെയും ഓരോ ദൗത്യത്തെ ദൈവം തൻ്റെ മക്കളെ ഏൽപ്പിക്കാറുണ്ട്, തൻ്റെ സഭയെ ഏൽപ്പിക്കാറുണ്ട്, തൻ്റെ പ്രിയ കുടുംബത്തെ ഏൽപ്പിക്കാറുണ്ട്, ചില ദേശത്തെ ദൈവം ഏൽപ്പിക്കാറുണ്ട് തൻ്റെ ദൗത്യത്തെ. ഇവിടെ യോശുവയ്ക്ക് ഒരു ദൗത്യം ഏൽപ്പിക്കുകയാണ്, ജനത്തെ അക്കരെ കനാൻ ദേശത്തേക്ക് എത്തിക്കുക, ജനത്തെ അക്കരെ കനാൻ ദേശത്തേക്ക് എത്തിക്കുക എന്നൊരു ദൗത്യം, മിഷൻ വളരെ ഫെയ്ത്ത്ഫുള്ളി ഇവിടെ ദൈവം ഹാൻഡഡ് ഓവർ എന്ന് പറയുവാൻ സാധിക്കും, മോശയിൽ നിന്നും എടുത്ത് യോശുവയിലേക്ക് നൽകുകയാണ്. 40 വർഷത്തെ മരുഭൂമി വാസം കടന്നുപോയി. മോശയിലൂടെ ദൈവം നടത്തിയ മരുഭൂമി വാസം 40 വർഷം. അത് പൂർണ്ണമായി നീങ്ങിയാണ് ഇപ്പോൾ യോർദാൻ്റെ കിഴക്കേക്കരയിൽ തമ്പടിച്ചിരിക്കുന്നത്. നമ്മുടെ പൂർവ്വപിതാക്കന്മാർ സഞ്ചരിച്ച 40 വർഷത്തെ മരുഭൂമി പ്രയാണം. ഒരു 40 വർഷത്തിന് മുൻപുള്ള അവസ്ഥയല്ല ഇന്ന് നാം ആയിരിക്കുന്ന അവസ്ഥ. നമ്മുടെ അപ്പനമ്മമാർ, നമ്മുടെ ഗ്രാൻഡ് ഫാദേഴ്സ്, ഇവരൊക്കെ സഞ്ചരിച്ച അനുഭവങ്ങളല്ല, അത് മരുഭൂമിയുടെ അനുഭവങ്ങളാണ്. ഇപ്പോൾ ദൈവം നമ്മെ എത്തിച്ചിരിക്കുന്നത് യോർദാൻ്റെ കിഴക്കേ കരയിലാണ്. ഡു യു ബിലീവ് ഇറ്റ്? പ്രിയ ദൈവ പൈതലേ, ദൈവ കുടുംബമേ, ദൈവവിശ്വാസിയെ, നിങ്ങളിപ്പോൾ ആയിരിക്കുന്നത് യോർദാൻ്റെ കിഴക്കേ കരയിലാകുന്നു. മരുഭൂമി വാസം കഴിഞ്ഞുപോയി, ഇപ്പോൾ യോർദാൻ്റെ കിഴക്കേ കര എത്തിയിരിക്കുകയാണ്. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? രക്ഷ ലഭിച്ചു, ഇപ്പോൾ നിങ്ങൾക്ക് സുരക്ഷിതത്വമുണ്ട്, ഭക്ഷിപ്പാൻ ആഹാരമുണ്ട്, ധരിപ്പാൻ വസ്ത്രമുണ്ട്, സഞ്ചരിക്കുവാൻ വാഹനമുണ്ട്, ഭവനമുണ്ട്, അത്യാവശ്യം ഉപജീവനത്തിലുള്ള മാർഗങ്ങളുണ്ട്, ചെറുതും വലുതുമായ ബാങ്ക് ബാലൻസ് ഉണ്ട്, സുരക്ഷിതമായ അനുഭവം യോർദാൻ്റെ കിഴക്കേ കരയിൽ എത്തിച്ചിരിക്കുക. ഇസ്ന്റ് ഇറ്റ്? അങ്ങനെയല്ലേ പ്രിയമുള്ളവരെ? ഒന്ന് ചിന്തിച്ച് നോക്കിയേ. നിങ്ങളൊരു 50 വയസ്സ് പ്രായമുള്ളവരെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആരംഭം ഒന്ന് ചിന്തിച്ച് നോക്കിയേ. മരുഭൂമി വാസമായിരുന്നു, എങ്ങനെയുള്ളതായിരുന്നു ചിന്തിച്ച് നോക്കുക. ഇപ്പോൾ നിങ്ങളെ ദൈവം എത്തിച്ചിരിക്കുന്നത് യോർദാൻ്റെ കിഴക്കേ കരയിൽ. ആമേൻ. ഒരുപാട് വിഷമതകൾ ഉണ്ടാകാം, ഇപ്പോഴും നിങ്ങൾ സ്ട്രഗിൾ ഫേസ് ചെയ്യുന്നുണ്ട്, പ്രയാസങ്ങളുണ്ട്, മാനസിക പിരിമുറുക്കം. അന്നത്തെ മാനസിക പിരിമുറുക്കമല്ല, അന്ന് ഭക്ഷണത്തിന് വേണ്ടി പ്രയാസപ്പെട്ടു, വസ്ത്രത്തിന് വേണ്ടി ഭാരപ്പെട്ടു, അല്ലേ? പക്ഷെ ഇന്ന് ആ ഭാരമില്ല. ഇന്ന് വ്യത്യസ്തമായ പ്രശ്നങ്ങൾ മാറി, പ്രശ്നങ്ങൾക്ക് മാറ്റം സംഭവിച്ചു, രൂപാന്തരം സംഭവിച്ചു. ഇന്ന് വ്യത്യസ്തമായ പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യുകയാണ്. ചോദ്യം, യോർദാൻ്റെ കിഴക്കേ കരയിൽ നിങ്ങളെ എത്തിച്ചിരിക്കുമ്പോൾ ഇനി നിങ്ങളുടെ മിഷൻ എന്താകുന്നു? നിങ്ങളുടെ സുരക്ഷിതമായ ഭവനങ്ങൾ നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്നു. ഭക്ഷിപ്പാൻ ആഹാരം, ധരിക്കുവാൻ വസ്ത്രം, എഡ്യൂക്കേഷൻ, സാമ്പത്തിക ഭദ്രത, ഇതൊക്കെ ദൈവം തന്നിരിക്കുന്നു. ഇനി നിങ്ങളുടെ മിഷൻ എന്താകും? ഒരു നല്ല സ്ഥലത്തെത്തിയപ്പോൾ വളരെ കംഫർട്ടായിട്ട് ഈ ജനത്തിന് തോന്നിയേക്കാം, അല്ലേ? കൊള്ളാം, മരുഭൂമി കഴിഞ്ഞു, നീരോട്ടമുള്ള വെള്ളമുള്ള യോർദാൻ നദിയുടെ കരയ്ക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഓ, എന്തൊരു സന്തോഷമല്ലേ! കുടിപ്പാൻ വെള്ളമുണ്ട്. ഇനിയിപ്പോൾ വെള്ളം കോരി കുറച്ച് കൃഷിയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സുഖമായിട്ട് ഇവിടെ കൂടാം. മുന്നോട്ട് ഇനി വയ്യ, ഇനി പോകണ്ട. കാരണം ഇനി മുന്നോട്ട് സ്ട്രഗിൾ ചെയ്യുവാനായിട്ട് വയ്യ, റിസ്ക് എടുക്കുവാൻ വയ്യ, സാഹസം കാണിപ്പാൻ വയ്യ. ഇവിടെ അങ്ങ് ഒതുങ്ങിക്കൂടാം. ഇന്ന് ദൈവം മനുഷ്യന് തന്നിരിക്കുന്ന സുഖ സൗകര്യങ്ങളിൽ സുഖലോലുപരായി, സെക്യൂർഡായി ഇന്ന് മനുഷ്യൻ കഴിഞ്ഞുകൊടുവാൻ ഏറെ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് they don't want to open the Bible and read the Bible deeply. വളരെ ആഴമായിട്ട് വേദപുസ്തകം പഠിക്കുവാനോ വേദപുസ്തകം തുറക്കുവാനോ അവർ ഇഷ്ടപ്പെടുന്നില്ല. കാരണം ഇനി ഇതിനപ്പുറത്ത് യാത്ര ചെയ്യാൻ എനിക്ക് ഞങ്ങൾ താല്പര്യം. ഇതുവരെ നടന്നത് മതി, ഇതുവരെ പ്രാർത്ഥിച്ചത് മതി, ഇതുവരെ വേദപുസ്തക സത്യങ്ങൾ അറിഞ്ഞത് മതി, ഇതുവരെ പ്രസംഗങ്ങൾ കേട്ടത് മതി, ഇതുവരെ ആരാധിച്ചത് മതി, ഇതുവരെ ശുശ്രൂഷ ചെയ്തത് മതി, ഓടിയത് മതി, അധ്വാനിച്ചത് മതി, സമർപ്പണം ചെയ്തത് മതി, മിഷൻ പ്രവർത്തനങ്ങൾ ചെയ്തത് മതി. ഇപ്പോൾ സുരക്ഷിതമായ സ്ഥാനത്തെത്തിയിരിക്കുകയാണ്. ഇനി തൽക്കാലം എന്നെ കൂടുതൽ സെക്യൂർ ചെയ്യുക. ഞാൻ ക്രിസ്ത്യാനിയാണ്, ദൈവവേദനാണ്, ഞാനൊരു ദൈവ വേലക്കാരനാണ്, എന്നെ ഇനി കൂടുതൽ സെക്യൂർ ചെയ്യുക. ഇൻഷുറൻസ് പോളിസിയൊക്കെ എടുത്ത്, ആരോഗ്യത്തൊക്കെ മെച്ചപ്പെടുത്തി, എക്സസൈസൊക്കെ ചെയ്ത് എന്നെ കൂടുതൽ സുരക്ഷിതമായി
നല്ല സൗന്ദര്യത്തോടെ, പക്വതയോടെ, ബലത്തോടെ, ആരോഗ്യത്തോടെ 10 പേർ അസൂയപ്പെടത്തക്ക രീതിയിലുള്ള ഇന്നത്തെ ലോക ജീവിത സൗകര്യങ്ങൾ അവിടെ തങ്ങ് തമ്പടിച്ച് കിടക്കുക, ടെൻ്റടിച്ച് കിടക്കുക. Isn't it? ഇനി വേദപുസ്തകം പഠിച്ച് മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിച്ച് പുതിയ വഴികളെ കണ്ടെത്തി ദൈവം ഇനി നടത്തുവാൻ പോകുന്ന വഴികളെ, അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? പ്രിയമുള്ളവരെ, ഞാൻ പറയട്ടെ, സുരക്ഷിതമായ ഇടത്ത് തമ്പടിച്ച് കിടക്കുവാനല്ല ദൈവം നിന്നെ ഇതുവരെ എത്തിച്ചത്. ഹല്ലേലൂയ, ആമേൻ. നിന്റെ അപ്പനമ്മമാരിലൂടെ നീ മക്കളാകുന്ന നിങ്ങളെ ഇന്നായിരിക്കുന്ന അവസ്ഥയിൽ എത്തിച്ചത് നീ ഇവിടെ തമ്പടിച്ച് കിടക്കുവാനല്ല, യോർദാന്റെ കിഴക്കേക്കരയിൽ കിടക്കുവാനല്ല, മറിച്ച് അടുത്ത ചിന്തയാണ്, മൂന്നാമത്തെ ചിന്ത, മുന്നോട്ട് യാത്ര ചെയ്യുക, എഴുന്നേൽക്കുക. ഉറങ്ങുന്നവനെ, നീ മരിച്ചവിടെ നിന്ന് എഴുന്നേൽക്കുക, നീ മുന്നോട്ട് യാത്ര ചെയ്യുക. എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. നീ എഴുന്നേറ്റ് സഞ്ചരിക്കുന്നത് നിന്റെ മക്കൾ കാണട്ടെ. നീ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നത് നിന്റെ മക്കൾ കാണട്ടെ. നിന്റെ കുടുംബ പ്രാർത്ഥനകൾ തലമുറകൾ അറിയട്ടെ. വേദപുസ്തകം വായിക്കുന്നത്, കൽപ്പനകൾ പ്രമാണിക്കുന്നത് തലമുറകൾ അറിയട്ടെ, ചുറ്റുപാടുമുള്ളവർ അറിയട്ടെ. നീ മുന്നോട്ട് യാത്ര ചെയ്. നീ ഇവിടെ തമ്പടിച്ച് കിടക്കേണ്ടുന്നവനല്ല, മുന്നോട്ട് യാത്ര ചെയ്യുക. ഇനിയുള്ള ഇതിന്റെ പ്രത്യേകത, ഇനിയുള്ള മുന്നോട്ടുള്ള യാത്ര കഴിഞ്ഞ 40 വർഷത്തെ പോലെയുള്ള യാത്ര ആയിരിക്കുകയില്ല. കഴിഞ്ഞ 40 വർഷത്തെ പോലെയുള്ള യാത്ര ആയിരിക്കുകയില്ല. കാരണം മുൻപ് സഞ്ചരിച്ചിട്ടില്ലാത്ത ഇടങ്ങളിലൂടെ ആയിരിക്കും സഞ്ചരിക്കേണ്ടി വരിക. മുൻപ് സഞ്ചരിച്ചിട്ടില്ലാത്ത ഇടങ്ങളിലൂടെ ആയിരിക്കും ഇനി സഞ്ചരിക്കേണ്ടി വരിക. മുൻപ് നേരിട്ടിട്ടില്ലാത്ത സംഭവങ്ങളുടെ മുന്നിലൂടെ ആയിരിക്കാം നിങ്ങൾക്ക് കടന്നു പോകേണ്ടി വരിക. ആമേൻ. പ്രിയമുള്ളവരെ, ഇതിനെക്കുറിച്ച് ഞാൻ മറ്റൊരു ദിവസം ഞാൻ പ്രസംഗിക്കും നിശ്ചയമായിട്ടും. യോശുവയുടെ ജീവിതത്തിൽ ഇനി നിങ്ങൾ സഞ്ചരിച്ചിട്ടില്ലാത്ത വഴികളിലൂടെ ഞാൻ നിങ്ങളെ സഞ്ചരിക്കുമാറാക്കും. ആ വഴികൾ എന്തൊക്കെയാണ്? 2, നിങ്ങൾ ഇതുവരെ നേരിട്ടിട്ടില്ലാത്ത പ്രതിസന്ധികൾ നിങ്ങൾക്ക് മുന്നിലുണ്ട്, അതിലൂടെയായിരിക്കാം ഞാൻ നിങ്ങളെ കടത്തിവിടുക. ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് മറ്റൊരു ദിവസം യോശുവയുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുക തന്നെ ചെയ്യും. പ്രിയമുള്ളവരെ, ചിന്തയിലേക്ക് മടങ്ങി വരാം. മുന്നിൽ ആശങ്കകൾ നിറഞ്ഞിരിക്കുന്നതിനാൽ മുന്നോട്ട് യാത്ര ചെയ്യണമോ? ചോദ്യം അല്ലെ. ഞാൻ പറഞ്ഞു, ഇനി 40 വർഷം നേരിട്ട പ്രശ്നങ്ങളായിരിക്കില്ല ഇനി മുന്നിലുള്ളത്. പ്രശ്നങ്ങൾ വ്യത്യസ്തമായിരിക്കും. യോർദാന്റെ കിഴക്കേ കര തുടങ്ങിയുള്ള ഇനിയുള്ള കനാൻ ദേശം വരെയുള്ള യാത്ര, ആ വിവരണമാണ് ഞാൻ മറ്റൊരിക്കൽ പറയാമെന്ന് പറഞ്ഞത്, വ്യത്യസ്തമായിരിക്കും. ഇതുവരെ സഞ്ചരിച്ചിട്ടില്ലാത്ത പാതകളിലൂടെ അവിടെ എന്തൊക്കെ ഉണ്ടാകും, എന്തൊക്കെ അനർത്ഥങ്ങൾ ഉണ്ടാകും, ഏതൊക്കെ വഴികളാണ്, അത് നാം പഠിക്കും പ്രിയമുള്ളവരെ. അപ്പോൾ സ്വാഭാവികമായ ഒരു ചോദ്യം ഇതാണ്, അങ്ങനെ ആശങ്കകളും ഭയപ്പാടുകളും നിറഞ്ഞ ഒരു യാത്രയെങ്കിൽ യാത്ര തുടരേണമോ? യാത്ര ചെയ്യേണ്ടതുണ്ടോ? യോർദാന്റെ കിഴക്കേ കര നല്ലതല്ലേ? ഇവിടെ തന്നെ തമ്പടിച്ച് കിടന്നാൽ മതിയല്ലോ? ദൈവം തന്നിരിക്കുന്ന സുഖലോലുപമായ സംഭവങ്ങളൊക്കെ ആസ്വദിച്ച്, അല്ലെ, രോഗമൊന്നും വരാതെ. കാരണം മുന്നോട്ട് യാത്ര ചെയ്യുമ്പോഴാണ് തളർന്നു പോകുന്ന, ക്ഷീണിക്കുന്ന രോഗിയായി മാറുന്നത്. അപ്പോൾ അത്യാവശ്യം ആശുപത്രിയൊക്കെ ഉള്ള സ്ഥലങ്ങൾ നോക്കി, ഡോക്ടേഴ്സിൻ്റെ സാന്നിധ്യമുള്ള സ്ഥലങ്ങളൊക്കെ നോക്കി, ഫിനാൻഷ്യലി നമ്മെ സപ്പോർട്ട് ചെയ്യുന്ന സ്ഥലങ്ങളെ നോക്കിയൊക്കെ ഒന്ന് നിന്ന് കഴിഞ്ഞാൽ പച്ച പിടിച്ച് അങ്ങനെ തന്നെ നിൽക്കാം. എമർജൻസി വരുമ്പോൾ ഇവരൊക്കെ കാണും, അല്ലെ? എമർജൻസി വരുമ്പോൾ ഇവരൊക്കെ കാണും. ഒന്ന് ചിന്തിച്ച് നോക്കണേ. ചിലപ്പോൾ ഇങ്ങനെ ചിന്തിച്ച് കാണും, അല്ലേ, മോശയെ പോയി, ഇനിയിപ്പോൾ യോശുവയെ കൊണ്ട് എന്ത് ചെയ്യാനാ എന്നൊക്കെ ചിലപ്പോൾ ചിന്തിച്ച് കാണും ഈ ജനം. അതുകൊണ്ട് ഇവിടെ തമ്പടിച്ച് കിടക്കുന്നതല്ലേ നല്ലത്. നാം ചിന്തിച്ചേക്ക്, ഇനി മുന്നോട്ട് യാത്ര ചെയ്യണം. എൻ്റെ അപ്പനന്മാർ വഴികാട്ടിയ കനാൻ ദേശം, പുതിയ നിയമത്തിൻ്റെ കനാൻ ദേശം ഏതെന്നറിയാമോ? നിങ്ങൾക്കറിയാം, അല്ലേ? ദ കിങ്ഡം ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ രാജ്യം, ഇറ്റേണൽ, അല്ലേ, ഇറ്റേണൽ കിങ്ഡം, നിത്യമായ രാജ്യം, നിത്യജീവൻ. അതാണ് ഇനിയുള്ള കനാൻ ദേശം. ഞാനും നിങ്ങളും പ്രവേശിക്കുവാൻ പോകുന്ന കനാൻ ദേശം അതാകുന്നു. അപ്പോൾ ചോദ്യം ഇതാണ്, ആ കനാൻ ദേശത്ത് പോകണ്ടായോ? പോകണ്ടായെങ്കിൽ ഇന്ന് കടക്കുന്ന സ്ഥലത്ത് അവിടെ അങ്ങനെ തമ്പടിച്ച് കിടക്കുക, വേദപുസ്തകമൊന്നും തുറക്കണ്ട, അത്യാവശ്യ പ്രാർത്ഥനകളും വേണ്ട. ദൈവം നടത്തും പ്രിയമുള്ളത്. പ്രെയർ ഇല്ലെങ്കിലും ദൈവം നയിക്കും.
എല്ലാ ജാതി മതസ്ഥർക്കും പ്രാർത്ഥിക്കാത്തവർക്കും ദൈവം ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ കുറച്ച് ആഴത്തിൽ നിന്ന് സംസാരിക്കുകയാണ് അല്ലേ. ചിലരൊക്കെ പറഞ്ഞു കോവിഡ് കാലഘട്ടത്തൊന്നും ദൈവത്തെ ആരാധിച്ചില്ല. എന്ത് സംഭവിച്ചു? ഒന്നും സംഭവിച്ചില്ല. നിങ്ങൾ 10 ദിവസം പ്രാർത്ഥിക്കാതിരിക്കും, ഒന്നും സംഭവിക്കില്ല. പക്ഷേ ഓർക്കുക, നിങ്ങളൊരു വലിയ ഭാഗ്യം നഷ്ടപ്പെടുത്തുകയാണ്. നിങ്ങൾ ദൈവത്തിൽ നിന്ന് മാറിപ്പോവുകയാണ്. നിങ്ങൾ നയിച്ച നടത്തിയ ദൈവത്തിൽ നിന്നും നിങ്ങൾ ഒരുപാട് മാറിപ്പോവുകയാണ്. ദൈവം നമ്മോട് പറയുന്ന മുന്നോട്ട് യാത്ര ചെയ്യുക. നമ്മെ ദൈവം രക്ഷിച്ചത്, നമുക്ക് ഈ സൗഭാഗ്യങ്ങൾ തന്നത് യോർദാൻ്റെ കിഴക്കേ കരയിൽ താവളമടിക്കുവാൻ വേണ്ടിയല്ല. നാം യോർദാൻ്റെ മറുകര കടക്കേണ്ടുന്നവർ. നാളിതുവരെ നമ്മുടെ പിതാക്കന്മാർ ചെയ്തതിലും ഉന്നതമായ ഒരു വേല പ്രിയ ദൈവജനമേ, തലമുറയെ നിങ്ങളിലൂടെ ചെയ്യുവാൻ എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങളിലൂടെ, നിങ്ങളുടെ മക്കളിലൂടെ ഒരു ഉന്നതമായ വേലയെ ദൈവം കാണുന്നു. നിങ്ങൾ ഒരുക്കമാണോ? എഴുന്നേൽപ്പിൻ, മുന്നോട്ട് യാത്ര ചെയ്യുവൻ. നിങ്ങളുടെ വിഭവങ്ങൾ, നിങ്ങൾ കരങ്ങളിലുള്ളത് ദൈവനാമത്തിനായിട്ട് പ്രയോജനപ്പെടുത്തുവൻ. ദൈവം പറയുന്ന പ്രകാരം, ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ. പ്രിയമുള്ളവരെ, ഇതെങ്ങനെ സാധിക്കും? ഇതെങ്ങനെ സംഭവിക്കും? നിങ്ങൾ ചോദിച്ചേക്കാം, അയ്യോ, ഒരു ദൗത്യം ചെയ്യുവാൻ ഇതെങ്ങനെ എന്നെ കൊണ്ട് സാധിക്കും? അങ്ങനെയെങ്കിൽ യോശുവ ഇതെങ്ങനെ സാധ്യമാക്കിയെന്നറിയാമോ? കനാൻ ദേശം കൈവശമാക്കിയത് വിശ്വാസത്താൽ, ത്രൂ ഫെയ്ത്ത്, നോട്ട് ബൈ സൈറ്റ് ബട്ട് ബൈ ഫെയ്ത്ത്. ഇതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് അടുത്ത പോർഷൻ നാം ധ്യാനിക്കും ഇനിയൊരു പ്രാവശ്യം. യോശുവയുടെ ജീവിതത്തിലെ വിശ്വാസത്താലുള്ള പ്രവൃത്തിയും ജീവിതവുമായിരുന്നു. ദീർഘക്ഷമയോടുകൂടിയ ജീവിതം. ദൈവിക വാഗ്ദത്തങ്ങളെ യോശുവ മുറുകെ പിടിച്ചു, ദൈവജനം മുറുകെ പിടിച്ചു. ഇതിനാലാണ് അത് സാധ്യമായി തീർന്നത്. പ്രിയ ദൈവവൈതലേ, ഞാൻ പറയട്ടെ, നിങ്ങൾ വിശ്വാസത്താലുള്ള ജീവിതവും പ്രവൃത്തിയും നിങ്ങൾക്കുണ്ടെങ്കിൽ, ദീർഘക്ഷമയുണ്ടെങ്കിൽ, ദൈവിക വാഗ്ദത്തങ്ങളെ മുറുകെ പിടിക്കുന്നു എങ്കിൽ, ഇതിനാൽ നമുക്ക് ലഭിക്കുന്നത് ദൈവിക ശക്തിയും ദൈവിക സാന്നിധ്യവും. ഗോഡ്സ് പവർ ആൻഡ് ഗോഡ്സ് പ്രസൻസ്. മുന്നോട്ട് യാത്ര ചെയ്യുവാൻ ഇതിലധികം എന്താണ് നമുക്ക് വേണ്ടത് പ്രിയമുള്ളവരെ? ഗോഡ്സ് പവർ ആൻഡ് ഗോഡ്സ് പ്രസൻസ്. ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ സാന്നിധ്യവും. പ്രിയമുള്ളവരെ, ഓരോ ദിവസവും വിജയത്തിൽ നിന്നും വിജയത്തിലേക്ക് മുന്നേറുവാൻ കഴിയണം. അതായിരിക്കണം ക്രൈസ്തവ ജീവിതം. ഒരു വിജയത്തിൽ തന്നെ തങ്ങിക്കൂടുവാനല്ല, തമ്പടിച്ച് കിടക്കുവാനല്ല, താവളമടിച്ച് കിടക്കുവാനല്ല. വിജയത്തിൽ നിന്നും വിജയത്തിലേക്ക് മുന്നോട്ട് യാത്ര ചെയ്യണം. till to reach our eternal kingdom. നിത്യമായ രാജ്യത്തിൽ പ്രവേശിക്കുന്നത് വരെ മുന്നോട്ട് യാത്ര ചെയ്തുകൊണ്ടേയിരിക്കണം. അതിന് സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഇന്നത്തെ ചോദ്യം വളരെ ലളിതമാണ്. ദൈവജനത്തെ വാഗ്ദത്ത നാട്ടിൽ എത്തിക്കേണ്ടുന്ന ചുമതല ആരിലാണ് നിക്ഷിപ്തം ആയിരുന്നത്? ദൈവജനത്തെ വാഗ്ദത്ത നാട്ടിൽ എത്തിക്കേണ്ടുന്ന ഉത്തരവാദിത്വം ആരിലാണ് നിക്ഷിപ്തമായിരുന്നത്? നിങ്ങളുടെ ഉത്തരങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കർത്താവ് നമ്മെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. ഈ വചനം നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ദൈവത്തിൻ്റെ പരിശുദ്ധം അതിനായി നമ്മെ സഹായിക്കട്ടെ. ആമേൻ. കണ്ണുകളടയ്ക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായിരിക്കുന്ന സർവ്വവല്ലഭനായ സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, അനുഗ്രഹത്തിൻ്റെ ഉറവിടമേ, വാക്കുമാറാത്ത ദൈവമേ, കരുണയുള്ള ദൈവമേ, സ്നേഹിക്കുന്ന ദൈവമേ, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അപ്പോൾ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ തന്നിരിക്കുന്ന എല്ലാ നന്മകൾക്കായി സ്തോത്രം. ദിവ്യമായ അനുഗ്രഹങ്ങൾക്കായി ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. അങ്ങിലല്ലാതെ ഒരു ശക്തി ഞങ്ങൾക്കില്ല പിതാവ്. അവിടുത്തെ സ്നേഹം, അവിടുത്തെ കൃപ, അവിടുത്തെ അനുഗ്രഹം, അവിടുത്തെ നന്മ എത്രയോ എത്രയോ ഉന്നതമായ പിതാവായ ദൈവമേ, പുത്രനായ ദൈവമേ, അവിടുത്തെ കൃപ, സ്നേഹം അനുഭവിക്കണം. കർത്താവ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം ദൈവം സഹായിച്ചു, ഇത്രത്തോളം ഞങ്ങൾ അനുഗ്രഹിച്ചല്ലോ. അന്ത്യത്തോളം വരെ ദൈവം ഞങ്ങളെ കാത്ത് പരിപാലിക്കണം. സർവശക്തനായ ദൈവത്തിൻ്റെ കൃപ, കടാക്ഷം ഞങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. ഓരോ നാളും ഞങ്ങളെ കാണുന്ന അറിയുന്ന ദൈവം കർത്താവ്, ആ ഇരട്ടിയായ നന്മകളെ ദൈവം ഞങ്ങൾക്ക് നൽകണമേ കർത്താവ്. ഞങ്ങൾക്കായിരിക്കുന്ന അവസ്ഥയിൽ കർത്താവ് താവളമടിച്ച് കിടക്കുവാനല്ലല്ലോ ഈ വിശ്വാസ ജീവിതയാത്ര ഞങ്ങൾ ആരംഭിച്ചത്. മുന്നോട്ടുള്ള ജീവിതയാത്രയിൽ തിരുഹിതം നിറവേറ്റുന്നവരായി ദൈവത്തിൻ്റെ പ്രിയ മക്കളായി ജീവിക്കുവാൻ എല്ലാ നിലകളും സഹായിച്ച് അനുഗ്രഹിക്കുമാറാകണം. വചനം ശ്രവിച്ച എല്ലാ മക്കളെയും അവിടുത്തെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ആത്മാവ് നിന്റെ മക്കളെ വഴി നടത്തട്ടെ. അവർക്ക് ആവശ്യമായതിന് ദൈവം ഒരുക്കി കൊടുക്കണം. സന്തോഷവും സമാധാനവും നൽകണമെന്ന് ദൈവകൃപയിൽ പൊതിഞ്ഞുകൊള്ളണം.
യേശു രക്ഷിതാവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. കർത്താവ് പഠിപ്പിച്ചതുപോലെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണം, തിരുരാജ്യം വരണം, തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാണ്. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണം. ഞങ്ങൾ കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങൾ നിന്ന് വിടുവിക്കണം. രാജ്യവും ശക്തിയും മഹത്വം എന്നും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി ത്രിയേക ദൈവത്തിന്റെ കൃപാനുഗ്രഹ സമാധാന സന്തോഷം നാം ഇവരോട് സർവ്വദാ കൂടിയിരിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ. പ്രിയമുള്ളവരെ, മുൻപോട്ട് യാത്ര ചെയ്യാം. കർത്താവ് കൂടെയുണ്ട്. കർത്താവിൻ്റെ ശക്തി, കർത്താവിൻ്റെ സാന്നിധ്യം വിശ്വാസത്താൽ യാത്ര ചെയ്യാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ആമേൻ. ആമേൻ. ഗോഡ് ബ്ലസ് യു.